മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ ഏറ്റവും വിശുദ്ധവും അനുഗ്രഹീതവുമായ ദിവസമാണ് വെള്ളിയാഴ്ച. എന്നാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന രാമനവമി ഘോഷയാത്രകളിൽ ഭയപ്പെടുത്തുന്ന ചില കാഴ്ചകൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആസൂത്രിതമായ പ്രകോപനങ്ങളും ആയുധ പ്രദർശനങ്ങളും നേരിട്ടുള്ള അക്രമങ്ങളും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ബീഹാറിലെ ഗോപാൽഗഞ്ചിൽ കാവി വസ്ത്രധാരികളായ വലിയ ജനക്കൂട്ടം തെരുവുകളിലൂടെ പ്രകടനം നടത്തുകയും ഒപ്പം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. അയോധ്യ സിർഫ് ജാൻകി ഹേ, കാശി മധുര ബാക്കി ഹേ. അതായത് അയോധ്യ ഒരു തുടക്കം മാത്രമാണ്, കാശിയും മധുരയുമാണ് അടുത്ത ലക്ഷ്യം എന്നായിരുന്നു ഇവരുടെ പ്രധാന മുദ്രാവാക്യം. സമസ്തിപൂരിലെ റോസേരിയിൽ വാളുകളും മറ്റു മാരകായുധങ്ങളുമായി തെരുവിലിറങ്ങിയ യുവാക്കൾ നഗരത്തിലൂടെ നീങ്ങുകയും മുസ്ലിം വിരുദ്ധമായ ലവ് ജിഹാദ് ആഖ്യാനങ്ങളെ പരാമർശിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇത് പ്രദേശത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാക്കിയത്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഏറെ ദാരുണമായിരുന്നു. ഹിന്ദുത്വ ആൾക്കൂട്ടം മുസ്ലിം ഉടമസ്ഥതയിലുള്ള കടകൾ വ്യാപകമായി അടിച്ചു തകർക്കുകയും കൊള്ളയടിക്കുകയും തീയിടുകയും ചെയ്തു. അക്രമം നടത്തുന്നതിന് മുമ്പായി അവിടെയുണ്ടായിരുന്ന ഐ ലവ് മുഹമ്മദ് എന്നെഴുതിയ പതാകകൾ നീക്കം ചെയ്ത് പകരം കാവ്യ പതാകകൾ സ്ഥാപിച്ച ശേഷമാണ് ആൾക്കൂട്ടം ഈ അതിക്രമങ്ങൾ നടത്തിയത്. ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ആഘോഷങ്ങൾ ഒരു കാലത്ത് സമൂഹത്തിൽ സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായിരുന്നു. എന്നാൽ ഇന്ന് പലയിടങ്ങളിലും ഹിന്ദുത്വ ഗ്രൂപ്പുകൾ ഇത്തരം ഉത്സവങ്ങളെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനുള്ള ആയുധമാക്കി മാറ്റുന്നു. ഇത്തരം വെറുപ്പിന്റെ ഘോഷയാത്രകൾ വർത്തമാന ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സുരക്ഷയെയും അതിന്മേൽ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തയും കുറിച്ച് ഗൗരവതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്.